ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ആലുവ നഗരത്തിലെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മുടെ നേരെ കാണുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. അവിടം തൊട്ട് നമ്മുടെ യാത്ര അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലുവ പാലസ് റോഡില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വഴിയോരത്തൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് ഡ്രസ്സുകളിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റുക. നമ്മളീ പോകുന്ന റൂട്ട് നേരെ പോയിട്ടുണ്ടെങ്കിൽ KSRTC റൂട്ടാണ്. അതായത് ആലുവ മൂന്നാർ റൂട്ട്. നമ്മളിവിടുന്ന് ഇടതുവശം പോകുന്നത് നേരെ മെട്രോയുടെ അങ്ങോട്ടേക്കൊക്കെ പോകുന്നതാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മുടെ റോയൽ ബേക്കറി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പണ്ട് ഒരുപാട് ബിരിയാണി ഇവിടെ ഒന്ന് പോയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വലതുവശത്തായിട്ട് കാണുന്നത് ആലുവ മുനിസിപ്പൽ ഓഫീസാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ആലുവ മണപ്പുറത്താണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ആലുവ പാലസ് ഉള്ളത് കേട്ടോ. മണപ്പുറത്ത് ചുമ്മാ വന്നതാണ്. അവിടെ നിന്നൊരു ലൈമൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ആലുവ കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കച്ചവട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശിവരാത്രിയാണല്ലോ, ശിവരാത്രി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ആലുവ പാർക്ക് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആലുവ ശ്രീകൃഷ്ണൻ്റെ ടെമ്പിളും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കാണുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ആലുവ പാർക്ക് വരുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അവിടെ ഇപ്പോൾ തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ശ്രീകൃഷ്ണൻ്റെ അമ്പലവും പള്ളിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. അതായത് പള്ളിയിലേക്കുള്ള കവാടവും ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്കുള്ള കവാടവും രണ്ടും കൂടി ഒരുമിച്ചാണ് കാണാനായിട്ട് പറ്റുക. അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ദേ കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇനി നമ്മൾ അവിടെ നിന്നും പോയിട്ട് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡ് റൂട്ടിലേക്ക് പിടിക്കാൻ പോവുകയാണ്. അതായത് ബാങ്ക് ജംഗ്ഷനിലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത്. എന്നിട്ട് നേരെ പോകുന്നത് പ്രൈവറ്റ് സ്റ്റാൻഡ് ഏരിയയിലേക്കാണ്. മുകളിൽ കാണുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഫെഡറൽ ബാങ്കാണ് കാണുന്നത് കേട്ടോ. ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു അടിമാലി മൂന്നാർ ബസ് അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു കിടിലൻ KSRTC ആനവണ്ടി. പുള്ളിക്കാരൻ നല്ല തലയോടുപ്പോട് കൂടിയിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട്. ആ ഒരു വഴി നമ്മളങ്ങനെ കറങ്ങി മാർക്കറ്റൊക്കെ കൂടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ മെട്രോ, പിന്നെ അതുപോലെ തന്നെ നേരെ നമ്മുടെ ഹൈവേയിലോട്ട് കയറുന്ന ആ ഒരു വഴിയാണ്. കുറേ നേരം കാത്തുന്നതിന് ശേഷം നമ്മളിപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകും വഴിയിലായിട്ട് തന്നെ വളരെ 1905 തോന്നുന്നുണ്ട് തുറന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ഞാൻ അവിടുന്ന് പണ്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. ആലുവയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും, എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡായിട്ടാണ് അവിടെ നിന്ന് തോന്നിയിട്ടുള്ളത്. ഒരു പഴയ ബിൽഡിംഗ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി ചുമ്മാ ഒന്ന് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ആ ഒരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ എവിടെയും നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വേറൊരു ആവശ്യത്തിന് വന്നായിരുന്നു. എന്നാലും അവരൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ വലതുവശത്തായിട്ട് കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഒരുപാട് പച്ച ബസ്സുകൾ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു KSRTC ബസ് വരുന്ന വരവ് നോക്കിയേ, നമ്മളെ ഇടിച്ചിടുന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. ഒരു ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇടതുവശത്തായിട്ട് കാണുന്നത് ആലുവ ഫയർ സ്റ്റേഷനാണ്. ഇനി നമ്മൾ നേരെ മാർക്കറ്റ് റോഡിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഷൂട്ട് ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ബൈക്കിൽ ഇങ്ങനെ എല്ലാം എടുത്ത് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ബോറടിക്കൂലേ. ഇപ്പോൾ നമ്മളിത് മാർക്കറ്റ് റോഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. മുകളിലായിട്ട് കാണുന്നത് മെട്രോ തൂണുകളും മറ്റുമാണ്. മെട്രോ പോകുന്ന ആ ഒരു പാലം മറ്റൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഒപ്പം ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. വെയിലൊന്നും ഒട്ടും ഉണ്ടായിരിക്കില്ല. പ്രത്യേക ഒരു ഇരുട്ട് പോലുള്ള ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക. നല്ല തിരക്കുണ്ട്. ആലുവ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് ആലുവ മാർക്കറ്റ്. ഒരുപാട് പേര് സാധനങ്ങളും വാങ്ങാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്.
ആയിട്ടാണുള്ളത്. ആലുവയിലെ ഒരു ഞായറാഴ്ച, ഒരു ഞായറാഴ്ച. അപ്പോൾ പിന്നെയും നമുക്ക് മാർക്കറ്റൊക്കെ ഒന്നുകൂടി കാണാം. ഇവിടെ ചൂല് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്, കണ്ടോ? നമ്മുടെ വലതുവശത്ത് കാണുന്നത് കാരത്തുകുഴി ഹോസ്പിറ്റലാണ് കേട്ടോ. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ആലുവ KSRTC ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കിയിട്ടാണ്. ഇപ്പം നമ്മൾ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ദേ ഈ കാണുന്നതാണ് ജില്ലാ ആശുപത്രി. ഇനി നമ്മൾ നേരെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടേക്ക് പോകുന്ന വഴിയൊക്കെ ഒന്ന് നോക്കിയേ, എല്ലാം നല്ല കിടിലനായിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലുവയിൽ പുതുക്കി പണിതിട്ടുള്ള നമ്മുടെ ആലുവ KSRTC ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ നമ്മൾ ആലുവ മൊത്തം കറങ്ങിയിട്ട് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം വിട്ടുപോയി, പ്രശസ്തമായിട്ടുള്ള ആലുവ പാലസ്, പിന്നെ അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ, ആ ഭാഗങ്ങളൊന്നും തന്നെ കവർ ചെയ്തില്ല. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണിക്കാനായിട്ടുണ്ട്. നമ്മുടെ സീനത്ത് തിയേറ്റർ, അതുപോലെ തന്നെ മാതാമാധുര്യ തിയേറ്റർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു, അതുകൊണ്ട് ഒന്നും കറക്റ്റായിട്ട് എടുക്കാനോ പറ്റിയൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആലുവ നഗരത്തിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ റൂട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാർ ആലുവ ആ ഒരു KSRTC റൂട്ടിലേക്കും, അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് മാതാമാധുര്യ ആ ഒരു വളവ് എത്തിയതിന് ശേഷം അവിടെ നിന്ന് തിരിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് റൂട്ടിലേക്കും കയറാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലുവ മൂന്നാർ KSRTC റൂട്ടിലാണ്. പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അൽസാജ് ഹോട്ടലുള്ളത് ഇവിടെ ആയിട്ടാണ്. ദേ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് അൽസാജ് ഹോട്ടൽ. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നീരാളിറച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആ ഒരു പ്ലേസ് ഇത് തന്നെയാണ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ പച്ചമുളക് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. പിന്നെ അതിൻ്റെയും അപ്പുറത്തായിട്ട് കാവാലി, അവിടുത്തെ നമ്മുടെ കുഴിമന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അൽസാജത്തെ കുഴിമന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത്. ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നത് അൽറീമായിരുന്നു, അതിനുശേഷം പിന്നെ അൽസാജത്തെ ഇഷ്ടപ്പെട്ടു, പിന്നെ കാവാലി. ഈ 3 സ്ഥലത്തെയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ സൂഫി മന്തിയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എടപ്പള്ളിയിലത്തെ. ഇതേ ആ കാണുന്ന പാലം കണ്ടോ, നമുക്ക് കാലടി പിന്നെ അതുപോലെ തന്നെ ദേശം കൂടിയിട്ട് കോഴിക്കോടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് വരുമ്പോൾ ഈ റൂട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ റോഡാണ്. ഇപ്പോൾ അടുത്ത് പണി കഴിഞ്ഞിട്ടുള്ളൂ. ആലുവ ടൗൺ ടച്ച് ചെയ്യാണ്ട് നമുക്ക് നേരെ ദേശത്തോട്ട് കയറാം. പിന്നീട് അങ്ങോട്ട് അങ്കമാലി അങ്ങനെ പിടിച്ച് തൃശ്ശൂർ അങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമാണ്. പിന്നെ കാലടി പോകണമെന്നുണ്ടെങ്കിലും ഈ റൂട്ട് പിടിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പേളിമാണിയുടെ വീടിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് കേട്ടോ. മംഗളാലയം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചോ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടതുവശത്തായിട്ട് തന്നെയാണ് പേളിമാണിയുടെ വീട്.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ.